ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് അബൂബക്കറോട് പറയുന്നു, ഇപ്പം നമ്മുടെ മുന്നിലൊരു ചെറിയ വെളിച്ചം ഉണ്ടോ, ആ വെളിച്ചം തീർച്ചയായിട്ടും അവൻ്റെ അടുത്ത് നമ്മളെ കൊണ്ട് എത്തിക്കും. അവൻ്റെ കൂടെ ആ പെൺകുട്ടി ഇല്ലായിരുന്നു, അവളോട് അവനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ബലമായാന്. അപ്പോഴവളെവിടെ പോയി? നൂർജഹാനെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്നിങ്ങനെ ചന്ദ്രബോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുബൈദ രണ്ടുപേർക്കുള്ള ചായയുമായിട്ട് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അത് കണ്ടോണ്ട് അബൂബക്കർ ചോദിക്കുന്നു, നിന്നോടിപ്പോൾ ആരിങ്ങോട്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു സുബൈദ? ചായ കുടിക്കാനൊക്കെ ഒരു സമയമുണ്ട്, ചായ താഴെ വെച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. നിന്നെയൊക്കെ പേടിച്ച ചർച്ച ഞങ്ങൾ മുകളിലാക്കിയത്. എടാ നസീറെ, ആ ചായ മേടിച്ച് ചന്ദ്രബോസ് സാറിന് കൊടുക്കടാ. പെട്ടെന്ന് ചന്ദ്രബോസിന് ചായ വാങ്ങിച്ച് നസീർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മുകളിലോട്ട് വന്ന് കയറിയിരുന്നത്. അപ്പോൾ അവിടെയും വന്നേക്കുക, കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നതാ വേലേ. എത്ര വേഗം ജയിക്കാവുന്ന ഒരു കേസാണെങ്കിൽ പോലും സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തുനിന്നൊരു ചതി ഉണ്ടായാൽ പിന്നെ എല്ലാം തീർന്നത് തന്നെ. രാജാവിൻ്റെ തല പിന്നെ ശത്രുരാജ്യത്തെ രാജാവ് എടുത്തത് തന്നെ. ഇപ്പോഴിവിടെ എൻ്റെ ഭാര്യ കാണിച്ച ഒരു ബുദ്ധിമോശം കൊണ്ടാണ് ഞാനും ഇവനും ഇത്രയൊക്കെ ഓടേണ്ടി വന്നത്. അവളെ ഇവിടുന്ന് തുറന്നു വിട്ടതേ ഇവൾ ഒറ്റ ഒരുത്തിയ. ചന്ദ്രബോസ് പറയാം, താൻ എനിക്കൊരു 2 ദിവസം കൂടെ താടൂ, അവളെ ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാം. എൻ്റെ ചന്ദ്രബോസെ, 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ കല്യാണമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ മുറ പോലെ നടന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം നിങ്ങളെ ഒരാളെ വിശ്വസിച്ചാണ് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നത്. അബൂബക്കറെ, താൻ വിഷമിക്കേണ്ടാടോ, തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ഈ സൗഹൃദം ഒന്നുകൂടെ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ അവസരം ശരിക്കും ഞാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. കല്യാണത്തിന് 2 ദിവസം മുമ്പേ കല്യാണപ്പെണ്ണിവിടെ എത്തിയിരിക്കും. ഇതേ ചന്ദ്രബോസിൻ്റെ വാക്കാണ്. പിന്നെ ചന്ദ്രബോസ് ഞൊട്ടും. രേഖാമൂലം രജിസ്റ്റർ മാരേജ് ചെയ്ത പെണ്ണിനെയും ചെറുക്കനെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇയാൾ നിർത്താൻ പോകുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് നസീർ മനസ്സിൽ പറയുക, ഓളെ അവനോടൊപ്പം ബാംഗ്ലൂരിലില്ലെങ്കിൽ അവൾ തീർച്ചയായിട്ടും ആ കുടുംബശ്രീ വീട്ടിൽ കാണും. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഈ സമയത്താണെങ്കിൽ സത്യമോളെയും പപ്പിമോളെയും ഹോസ്പിറ്റൽ ട്രിപ്പ് കൊടുത്ത് കിടത്തിയിരിക്കുക. 2 പേരും നല്ല ഉറക്കവുക. ഇവർക്ക് ശാലിനിക്കും വിഷ്ണുവിനും പെട്ടെന്ന് വീട്ടിലെത്തുകയും വേണം. ശാലിനി പറയുക, വിഷ്ണുവേട്ടാ, ട്രിപ്പ് ഇപ്പോൾ തീരും, ഞാൻ ഡോക്ടറോട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി പോയാലോ? വിഷ്ണു പറയുക, മക്കളുടെ ഉറക്കം കണ്ടോ, എങ്ങനെ ഉറങ്ങാതിരിക്കും വിഷ്ണുവേട്ടാ, ക്ഷീണം കൊണ്ടാ, അത്രയ്ക്ക് പേടിച്ചു പോയില്ലേ മക്കൾ. ഒരു നേഴ്സ് വന്ന് കുട്ടികളെ 2 പേരെയും നോക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനോട് പറയുന്നു, ഇവർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ ഈ ഗുളികകൾ കൊടുക്കണം. സിസ്റ്ററെ, ഡോക്ടർ എപ്പോൾ വരും? ഡോക്ടർ വരേണ്ട സമയമായി. അപ്പോൾ തന്നെ ഡോക്ടറും അങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർ സത്യയും പപ്പയും പരിശോധിച്ചിട്ട് പറയുന്നു, കുട്ടികൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്ന് വെച്ച് ഇവർ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ. 2 പേരും നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ 2 പേരുടെയും ബോഡി അല്പം വീക്കുമാണ്. ഇന്ന് രാത്രി തന്നെ ഇവരെയും കൊണ്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുവാണെങ്കിൽ നാളെ രാവിലെ പോകുന്നതാണ് നല്ലത്. ഇല്ല, നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ പോകാം. ശാലിനി പറയുന്നുണ്ട്, ഡോക്ടറെ, വീട്ടിൽ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ശരി, ഓക്കെ, ഞാൻ ഡിസ്ചാർജിന് പറഞ്ഞോളാം. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ഡോക്ടറെ, എന്നാൽ ഇവരിവിടെ ഇന്ന് കിടന്നോട്ടെ, ഞാൻ മാത്രം പോകാം. എങ്കിലത് മതി എന്നും പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട്. ശാലിനി ചോദിക്കുന്നു, വിഷ്ണുവേട്ടാ, അപ്പോൾ എങ്ങനെ ശരിയാകും? കുഴപ്പമില്ല ശാലിനി, ഡിസ്ചാർജ് വാങ്ങി നാളെ രാവിലെ നിങ്ങൾ പോരെ, ഞാനിപ്പോൾ പോകട്ടെ. അപ്പോൾ വിഷ്ണുവേട്ടൻ എങ്ങനെ പോവും? അത് ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. എങ്കിലൊരു കാര്യം ചെയ്യണം, ആദ്യം വീട്ടിൽ പോകണം, എന്നിട്ടേ വിഷ്ണുവേട്ടൻ അമ്മയുടെ അടുത്തോട്ട് പോകാവുള്ളൂ. അതങ്ങനെയുള്ളൂ ശാലിനി, ആദ്യം അവിടുത്തെ പ്രശ്നം തീർത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ പ്രശ്നം നോക്കിക്കോളാം. എന്നാൽ വിഷ്ണുവേട്ടന് എളുപ്പം ചെല്ല്, ഇപ്പോൾ പുറപ്പെട്ടാലേ പാതിരാത്രിക്ക് മുമ്പെങ്കിലും അങ്ങ് എത്തത്തുള്ളൂ. വിഷ്ണു ഉറങ്ങിക്കിടക്കുന്ന 2 മക്കളെയും നോക്കിയിട്ട് അവരുടെ തലയൊക്കെ തടയി 2 മക്കൾക്ക് മുത്തമൊക്കെ കൊടുത്ത്, ശാലിനി, എന്നാൽ ഞാൻ പോട്ടെ, മക്കൾ ഉണരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞേരെ എന്നും പറഞ്ഞ് ശാലിനിക്ക് മുത്തമൊക്കെ കൊടുത്തിട്ട് വിഷ്ണു അവിടുന്ന് പുറപ്പെടുവാണ്. ശാലിനി അങ്ങനെ മക്കളെയും നോക്കി മക്കളുടെ അടുത്ത് ഇരിക്കുവാണ്. ഈ സമയത്ത് ശാരദാമ്മയുടെ വീട്ടിൽ നൂർജഹാൻ ഇരുന്നുണ്ട് അനൂപുമായിട്ട് വിവാഹം കഴിച്ചതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് നസീർ വട്ടം ചുറ്റി അവിടെ രാത്രി പതുങ്ങി വരുന്നുണ്ട്. ശാരദാമ്മ നൂർജഹാൻ ഒരു ഗ്ലാസ് പാലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നത്, മോളെ, ഇതുവരെ മോളൊന്നും കഴിച്ചില്ലല്ലോ, ഇത് കുടിക്കും. അയ്യോ, ഞാൻ രാത്രി പാലൊന്നും കുടിക്കത്തില്ല ശാരദാമ്മേ. ഓ, അതൊന്നും കുഴപ്പമില്ല, ഇന്നൊരു ദിവസം കുടിച്ചുകൊണ്ട് ചത്തൊന്നും പോകത്തില്ല, മോളിത് കുടിക്കും എന്നും പറഞ്ഞ് നൂർജഹാൻ്റെ കൈ പാല് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് കേട്ടോ,
എൻ്റെ വീട്ടിൽ നിൽക്കുന്നവരൊക്കെ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കണം. ഈ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വലിയ കർക്കശക്കാരിയാണ്. അതുകൊണ്ട് മോളി പാല് കുടിക്കും എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അകത്ത് മുറിയിൽ പോയി ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ നൂത്തിടുവാണ്. നസീർ ആ വീടിൻ്റെ പരിസരത്തൊക്കെ കൂടെ നടക്കുവാണ്. ഇങ്ങനെ നസീർ പുറത്തു നിന്നുകൊണ്ട് ജനലിൽ കൂടെ കണ്ട് നൂർജഹാൻ അവിടെ നിൽക്കുന്നത്. നൂർജഹാൻ ഇങ്ങനെ പാല് കുടിക്കാനായിട്ട് വായുടെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവൾ നോക്കുമ്പോൾ നസീർ ഇങ്ങനെ അവളെയും നോക്കി നിൽക്കുന്നു. അവൾ അയ്യോ ശാരദാമ്മേ എന്ന് വിളിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് ആ പാലും ഗ്ലാസും താഴെ വീണങ്ങ് പൊട്ടുവാണ്. അവിടെ നിന്നുകൊണ്ട് അവൻ എടി എന്ന് വിളിക്കുന്നുണ്ട്. ശാരദാമ്മ ഓടി വരുമ്പോൾ എന്താ മോളെ, ദാണ്ട് ആ ജനലിനപ്പുറത്ത് നസീർക്കാ നിൽക്കുന്നു. നസീറോ? ശാരദാമ്മയെ അവൻ എന്നെ കൊല്ലും, അത് ഉറപ്പാ. എൻ്റെ മോള് പേടിക്കാതെ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ എത്തിക്കുത്തിയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ആരെയും കാണാത്തതുകൊണ്ട് ശാരദാമ്മ ആ ജനലൊക്കെ അങ്ങ് അടച്ചിട്ട് മോളെ മോക്ക് തോന്നിയതായിരിക്കും. അല്ല ശാരദാമ്മ, ഞാൻ കണ്ടതാ. എന്നെ കൊല്ലി ശാരദാമ്മേ, അതിനുവേണ്ടി മാത്രമാണ് അയാളിവിടെ വന്നിരിക്കുന്നത്. മോള് വിഷമിക്കാതെ, ഇത് ശാരദയുടെ വീടാ. 3 പെൺമക്കളെയും കൊണ്ട് ജീവിച്ചവളാ ഈ ശാരദ. അനാവശ്യമായി ഒരുത്തനും ഈ മുറ്റത്ത് ഇന്ന് വരെ കയറാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. മോള് സമാധാനമായിട്ടിരിക്കും. ഈ വാതിൽ പൊളിച്ചല്ലാതെ ഇതിനകത്തോട്ട് ആർക്കും കയറാൻ പറ്റില്ല. ഇനി അവൻ അതിന് ശ്രമിച്ചാൽ അതിന് മുമ്പ് തന്നെ ഞാൻ അവനെ കൊന്നിരിക്കും. മോളാ മുറിക്കകത്ത് പോയി വാതിലടച്ചിരുന്നോ, അങ്ങോട്ട് ആരും വരില്ല. നസീറാണെങ്കിൽ ആ വീടിന് ചുറ്റും കിടന്ന് ഓടി നോക്കുക അതിനകത്ത് കിടക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോയെന്ന്. ശാരദാമ്മയാണെങ്കിൽ വലിയൊരു വെട്ടുകത്തിയൊക്കെ കൈവച്ചുകൊണ്ട് നിൽക്കുക. നസീർ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ ബാപ്പ അബൂബക്കർക്ക് ഫോൺ ചെയ്യുന്നു. ബാപ്പ, അവളിവിടെ ഉണ്ട് ബാപ്പ. എവിടെയാടാ? ഈ കുടുംബശ്രീ ഓട്ടം നടത്തുന്ന ശാരദയുടെ വീട്ടിലാണ്. ഞാൻ അവളെ കണ്ട്. ആ ഹലാക്ക് പിടിച്ചവളെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഇന്നത്തോടെ അവളുടെ ഓട്ടം നിർത്തണം. ഞാൻ അവളെയും കൊണ്ടേ വരുത്തുള്ളൂ ബാപ്പ. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്ന പോലെ ശാരദാമ്മ വെട്ടോത്തിയൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഡോറുമൊക്കെ അങ്ങോട്ട് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുവാണ്. അവിടെ മറിഞ്ഞു നിന്ന നസീർ പെട്ടെന്ന് അകത്ത് കയറിപ്പോയതൊന്നും ശാരദാമ്മ അറിഞ്ഞില്ല. വീട്ടിൽ ആണുങ്ങളുമില്ല, ആരുമില്ല. അപ്പോഴാ കതവ് തുറക്കേണ്ട ഒരു കാര്യവും ശാരദാമ്മയ്ക്കില്ലായിരുന്നു. നസീർ മുറിക്കകത്ത് കയറി എവിടെയോ മറിഞ്ഞിരിപ്പുണ്ട്. ശാരദാമ്മയോ നൂർജഹാനോ അത് കാണുന്നില്ല. നൂർജഹാൻ ആ പൊട്ടിയ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പെറുക്കുവാണ്. ശാരദാമ്മ വന്നിട്ട് പറയുന്നു, അവിടെ ഞാൻ കണ്ടില്ലല്ലോ മോളെ, നിനക്ക് തോന്നിയതായിരിക്കും. ഇല്ല ശാരദാമ്മ, ഞാൻ കണ്ടതാ. നൂർജഹാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ശാരദാമ്മയ്ക്ക് വീണ്ടും സംശയം തോന്നി. ശാരദാമ്മ കതവ് തുറന്നിങ്ങനെ നോക്കുന്നുണ്ട് വെളിയിലോട്ടൊക്കെ. ആരെയും കാണാത്തതുകൊണ്ട് ശാരദാമ്മ അങ്ങ് കതകടയ്ക്കുവാണ്. താഴെ വീണ പാലൊക്കെ നൂർജഹാൻ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെക്കിടെ വന്ന് നസീർ അവിടെ വായങ്ങ് പൊത്തുവാണ്. അവൾ പിടിവലി നടക്കുന്നു. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നൂർജഹാൻ പറയുന്നു, എൻ്റെ മയ്യത്തെ നിങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകത്തുള്ളൂ, വാടി ഇവിടെ എന്നും പറഞ്ഞ് നസീറും അവളോട് പിടിവലി നടക്കുക. നസീറിനെ നൂർജഹാൻ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അവൾ ഓടിപ്പോയി വേറെ ഒരു മുറിയിൽ പോയി കുറ്റിയിടാൻ നോക്കുമ്പോൾ അവൻ ആ കതവ് വലിച്ച് തള്ളുവാണ്. തുറക്കടി എന്നും പറഞ്ഞു. നൂർജഹാനെ കൊണ്ട് ആ കതവിന് കുറ്റിയിടാൻ പറ്റിയില്ല. അതിനു മുമ്പേ അവൻ തള്ളി തുറന്ന് നൂർജഹാനെ അതിനകത്തിട്ട് പിടിക്കുവാണ്. വാടി ഇവിടെ, നിന്നെയും കൊണ്ടേ പോകത്തുള്ളടി ഞാൻ, നീ ഓടി. എന്തൊക്കെയോ അവനങ്ങനെ പറയുന്നുണ്ട് അവളോട്. വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് നൂർജഹാനെ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ വരുവാണ്. എന്നെ വീട് ശാരദാമ്മേന്ന് നൂർജഹാൻ വിളിക്കുന്നുണ്ട്. ആ വിളി കേട്ടുകൊണ്ട് നമ്മളെ ശാരദാമ്മ കയ്യിലിരിക്കുന്ന വെട്ടോത്തിയും കൊണ്ട് ഓടി വരുവാണ്. വിടറാ അവളെ എന്നും പറഞ്ഞ് പിടിക്കുമ്പോൾ നസീർ ശാരദാമ്മയുടെ കൈക്ക് കയറി അങ്ങ് ബലവാട്ട് പിടിക്കുവാണ്. അവൻ്റെ ആ പിടുത്തത്തിൽ ശാരദാമ്മയുടെ കയ്യിലിരിക്കുന്ന വെട്ടോത്തി അങ്ങ് തെറിച്ചുപോയി. ഈ സമയത്ത് പുറത്ത് ആരോ ഒരാൾ നടന്നു വരുന്നുണ്ട്. അതാരാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ വിഷ്ണുവല്ല. വിഷ്ണുവാണെങ്കിൽ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാരാണെന്നുള്ള നമുക്ക് ഇനിയാണ് മനസ്സിലാകാൻ പോകുന്നത്. നസീർ ശാരദാമ്മയെ പിടിച്ചൊരൊറ്റ തള്ളു തള്ളുമ്പോൾ ശാരദാമ്മയുടെ തല പോയി ഭിത്തിയിലടിച്ച് വീണ് ശാരദാമ്മയെ അങ്ങനെ ബോധം കെട്ടങ്ങ് വീഴുവാണ്. ആ സമയം നോക്കി നൂർജഹാനായിട്ട് വലിക്കുവാണ് നസീർ. അങ്ങനെ അവൻ പിടിച്ച് വലിച്ചോണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ പുറത്തൊരൊറ്റ ചവിട്ട് കിട്ടുന്നുണ്ട്. അവൻ ആ ചവിട്ട് കൊണ്ട് തെറിച്ച് പോയി അങ്ങ് വീണുവാണ്. വീണിട്ട് നോക്കുമ്പോൾ ആരാ? നമ്മുടെ ഗോപാലേട്ടൻ, ശാരദാമ്മയുടെ ഭർത്താവ്. മോളിങ്ങോട്ട് മാറി നിന്ന് എന്നും പറഞ്ഞ് നൂർജഹാനെ അങ്ങോട്ട് മാറ്റിയിട്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അധികാരം കാണിക്കുന്നവരാ നീ എന്നും പറഞ്ഞ് തലങ്ങും വിലങ്ങും നസീറിനെ ഇട്ട് തല്ലുവാണ്. അടിയും ഇടിയും തൊഴിയൊക്കെ കൊള്ളുന്നെങ്കിലും നസീറും തിരിച്ച് നമ്മുടെ ഗോപാലേട്ടനെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പറ്റുന്നില്ല. പെട്ടെന്ന് അവൻ ഗോപാലേട്ടൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുവാണ്. ഈ സമയത്ത് നൂർജഹാൻ ഓടി അകത്ത റൂമിലെ കതകടച്ചിരിക്കുവാണ്. പെട്ടെന്ന് നമ്മുടെ ശാരദാമ്മയ്ക്ക് ബോധം തെളിയുന്നുണ്ട്. ശാരദാമ്മ നോക്കുമ്പോൾ നസീർ ഗോപാലേട്ടൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്നു. എടാ വിടറാ എൻ്റെ ഗോപാലേട്ടാ എന്നും പറഞ്ഞ് ശാരദാമ്മ ചാടി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഗോപാലേട്ടൻ പറഞ്ഞു, ശാരദയെ നീ മാറി നിൽക്കി എന്നും പറഞ്ഞ് ഗോപാലേട്ടൻ നസീറിനെ പിടിച്ചൊരു ഒറ്റ ഏറെറിയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് തെറിച്ചു പോയി വെളിയിൽ കിടക്കുന്ന ആ പാറക്കല്ലിൻ്റെ പുറത്ത് തലയടിച്ച് വീണ് രക്തം ചെതറി ഇങ്ങനെ കിടക്കുവാണ്.
അത് കണ്ട് ശാരദാമ്മ ഇങ്ങനെ ഭയന്ന് നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? വിഷ്ണു അപ്പോഴത്തേക്ക് അവിടെ എത്തും. വീണ വീഴ്ചയിൽ നസീർ മരിക്കുമോ? ഈ നസീറിൻ്റെ ബോഡി അവരെല്ലാവരും ചേർന്ന് മറവ് ചെയ്യുമോ? അതിനു മുമ്പ് തന്നെ ചന്ദ്രബോസ് അബൂബക്കറേയും കൊണ്ട് അവിടെ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.